ഇപ്പോൾ ഡോക്ടർ തന്നെ സെയിം ഏജിലുള്ള വ്യക്തികളൊക്കെ ട്രീറ്റ്മെന്റിൽ വരാം. ഒരു ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഓരോ സ്റ്റേജിലെ വ്യത്യാസത്തിലും വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഡോക്ടർ കൊടുക്കുന്ന ഒരു മാനസിക പിന്തുണ എത്രത്തോളാണ്, അല്ലെങ്കിൽ ഒരു എമ്പത്തറ്റിക് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഡോക്ടർ അവരെ കെയർ ചെയ്യുന്നത്? അത് ആക്ച്വലി ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ് അത് ചോദിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാൻസർ രോഗി എങ്ങനെയായാലും മാനസികമായി സമ്മർദ്ദത്തിലാവും ഉണ്ടാവുക. അവർ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ കാര്യങ്ങൾ, ഭർത്താവിൻ്റെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, ഇതൊക്കെ തടസ്സപ്പെടുത്തിയിട്ടാവും ട്രീറ്റ്മെൻറ്റിന് വരുന്നുണ്ടാവുക. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടിരിക്കുക എന്ന് പറയാൻ ആരെക്കൊണ്ടും സാധിക്കും. ഈ വിസിറ്റേഴ്സ് മുഴുവൻ ഇതാണ് ഒരു പേഷ്യൻറ്റിനോട് പറയുക. പക്ഷേ ഈ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല പോസിറ്റീവായിട്ടിരിക്കുക, സ്ട്രോങ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്. ഒരു രോഗിയെ സംബന്ധിച്ചിട്ട് അവർ ഒരുപാട് മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകണം. ഒരുപാട് ചിന്തകളാവും അവരുടെ മനസ്സിൽ. ഇതൊക്കെ ചെയ്താൽ എനിക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുമോ, നാളെ എനിക്ക് നോർമലായിട്ട് ജീവിക്കാൻ പറ്റുമോ, ഈ വക ക്വസ്റ്റ്യനിങ് ആവും അവരുടെ ഉള്ളിൽ നിറയെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സന്തോഷം നൽകാൻ ഞാൻ കൂടുതലായിട്ട് ചെയ്യാറ് എന്താണെന്ന് വെച്ചാൽ ഫാമിലിനോട് സംസാരിക്കും. ഫാമിലീൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഫാമിലിക്ക് ചെയ്യാൻ പറ്റും. കാരണം എപ്പോഴും നമ്മളെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ, നമുക്കടുപ്പുള്ള ആളുകൾ നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുമ്പോഴാണ് നമുക്കൊരു ആശ്വാസം കിട്ടുക, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവുക. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ കാണുന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളും പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കും. അതേപോലെ പേഷ്യൻ്റ് പാർട്ടിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഒപ്പം നിൽക്കുക. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുക, അതിന് വേണ്ട സൊല്യൂഷൻസ് നമുക്ക് പറഞ്ഞു കൊടുക്കുക. ഈ രീതിയിലാണ് ഒപ്പം നിൽക്കാറ് സാധാരണ. ഇപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളാണ്, കുട്ടികളെ കൂട്ടി ഇവിടെ വന്നിട്ട് ചികിത്സ എടുത്തോളാൻ പറയും. അപ്പോൾ അതിന് വേണ്ട സപ്പോർട്ടീവ് സിസ്റ്റം നമ്മൾ ഇവിടെ എന്താ വേണ്ടത് അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് കൊടുക്കും. ആ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പോസിറ്റീവായി നിൽക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവർക്ക് ഒരിക്കലും പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റില്ല. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അതിപ്പോൾ ഒരു വീട്ടിൽ നിന്നാണെങ്കിലും ഫാമിലിയിൽ നിന്നാണെങ്കിലും ഫ്രണ്ട് സൈഡിൽ നിന്നാണെങ്കിലും എപ്പോഴും ചെയ്യേണ്ടത് അതാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചെയ്തു കൊടുക്കുക. അവർ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഒരു ഫ്രണ്ട് ഞാൻ ഒപ്പം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പകരം ഞാൻ നിൻ്റെ കൂടെ വന്ന് നിൽക്കാം ചികിത്സ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിൻ്റെ കുട്ടികളെ ഞാൻ നോക്കാം ഈ സമയത്ത് ചികിത്സേൻ്റെ സമയത്ത് എന്നൊക്കെ പറയുന്നതാവും ചിലപ്പോൾ അവർക്ക് കൂടുതൽ ഗുണം ചെയ്യുക.